സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 10 അക്ഷയ തൃതീയയാണ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ചേട്ടാ ഈ ഒരു ടൈപ്പിൽ മതിയേ. ഇതെന്ത് ചൊക്കെയാണ്? ഇത് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 10 അക്ഷയ തൃതീയയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് വ്ലോഗ് പ്ലസ് നമ്മളൊരു അക്ഷയ തൃതീയ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഗോൾഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പോൾ അക്ഷയ തൃതീയനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകേൾവിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ സ്വർണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐശ്വര്യം, അഭിവൃദ്ധി, അതുപോലെ തന്നെ വിജയം എല്ലാം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. അത് മാത്രമല്ല കേട്ടോ, സ്വർണം എടുക്കുന്നതിൽ മാത്രമല്ല നമ്മൾ ഈശ്വര ജപത്തിനും അതുപോലെ തന്നെ നമ്മൾ നാമം ചൊല്ലുക, ദീപം വെച്ച് പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, നമ്മൾ ലക്ഷ്മി സഹസ്രനാമം, നാരായണ മന്ത്രം, അപ്പം അങ്ങനത്തെയൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഈശ്വര സേവ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതായത് ഇതിങ്ങനെ അക്ഷയം പോലെ വർദ്ധിക്കും എന്നുള്ളതാണ്. ഒരു വർഷാന്തരങ്ങളുടെ ഫലം ഇന്നത്തെ ദിവസം നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെല്ലുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈശ്വര സേവ ചെയ്യുമ്പോൾ ലഭിക്കും എന്നുള്ളതുകൂടി ഒരു വിശ്വാസമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അക്ഷയ തൃതീയയുടെ അന്ന് നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് ഒരു അക്ഷയ പാത്രം പോലെ അതിങ്ങനെ എന്നേക്കുമായിട്ട് അതിങ്ങനെ നിലനിന്ന് പോവും. അതിങ്ങനെ അത്രയും ലൈക്ക് അത് നമ്മളിലോട്ട് വരും, അല്ലെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കും എന്നുള്ളതും ഒരു വിശ്വാസമാണ്. അപ്പം ഞാൻ അക്ഷയ തൃതീയനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രോ, എന്താണ് ആ ദിവസം, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതേ ഞാൻ റെഡി ആയിട്ട് ഇവിടെ താഴ്ത്ത് വന്നിരിക്കുകയാണ്. അതായത് ഞാൻ സഞ്ജു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടിയിലുള്ളൊരു സ്പേസാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെയും അവിടെയും കാർ പാർക്കിംഗ് ഏരിയ ആണ്. സോ വെയിറ്റിംഗ്. ഇതേ ഏകദേശം 7:25 PM ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇവിടുന്ന് പുറത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതായിരുന്നു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു 2 പവൻ്റെ വള എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വള അല്ലെങ്കിൽ മാല, അല്ലെങ്കിൽ പിന്നെ എന്താ ബ്രേസ്ലെറ്റ്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കളക്ഷൻ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ടൈം 7:49 PM ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ലുലുവിലോട്ടാണ് പോകുന്നത്, ലുലു സ്റ്റേഡിയം. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് തന്നെ ജ്വല്ലറികളൊക്കെ ഉണ്ട്. മലബാർ, ദാമാസ്, അതേപോലെ തന്നെ കല്യാൺ ജ്വല്ലേഴ്സ്, ജോയ് ആലുക്കാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് അടുത്തടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോയി ഇറങ്ങാം ഒക്കെ ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിങ്ങും നോക്കിയിട്ട് ദേ ഇങ്ങനെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടെ ഒരു മലബാർ ഗോൾഡ് കണ്ടു. അവിടെ ഭയങ്കര തിരക്ക്, നിൽക്കാൻ പോലും സ്ഥലമില്ല. അവിടെ വേറെ കല്യാണമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എവിടേക്കാണ് പോകുന്നത്?
അങ്ങനെ നമ്മൾ ആദ്യം ദമാസ് എന്ന് പറഞ്ഞ ജ്വല്ലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ജ്വല്ലറിയിൽ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു 2-3 വളയൊക്കെ ഇട്ട് നോക്കി. പിന്നീട് നമ്മൾ മലബാർ ഗോൾഡിലേക്കാണ് പോയത്. മലബാറിനെ വീഡിയോ എടുത്തു, കാരണം അവിടെ വേറെയും കുറച്ച് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് മലബാറിൽ നിന്ന്. ചേട്ടാ ഈ ഒരു ടൈപ്പിൽ മതിയേ. ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങ് വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ വളകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു മലബാറിൽ. അപ്പോൾ ഇതാണ് തിരക്ക് അവിടുത്തെ. അങ്ങനെ ഈ ചേട്ടൻ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് നെക്സ്റ്റ് കല്യാൺ ജ്വല്ലേഴ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അങ്ങനെ അതേ നമ്മൾ മോളിൽ നിന്ന് പേർച്ചേസൊക്കെ കഴിഞ്ഞു. ഇതേ പുറത്തോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഹരിയേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ അവരെ വിളിച്ച് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ദേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാർ പാർക്ക് ചെയ്താൽ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവരുടെ വീടിൻ്റെ അവിടെ എത്തി. ഹലോ, ആരാ ഇത്? ആരാത്? ഏത് പാറുവാ? ഏത് മാമാ? ആരാടത്? ഹായ്, how are you? Oh my god, where is the parents? എവിടെ പാറു? അമ്മേശനെവിടെ? എന്താ അവര് വരാത്തത്? ഇത് തുറക്കൂ കേട്ടാ, തുറക്കൂ. ആ, ഡോർ തുറക്കാൻ പറയും മോളെ. ഇതെന്താ ഇത്? ചക്കയോ? അതെന്താണ് ചക്ക? എവിടെ നേട്ട തുറന്നിട്ടില്ല. സീറ്റുമാറോന്ന് പറഞ്ഞോ? ബൈന്ന് പറഞ്ഞോ? പാറു റെഡി അല്ലേ പോവാന്?
നമ്മളെവിടേക്കാ പോണ്? ഇതാണ് ഞാൻ റെഡി. ഏ അയ്യോ നോക്കട്ടെ, മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? എവിടെ എന്തൊക്കെ ചെയ്ത്? ഓ മൈ ഗോഡ്, യു ആർ ലുക്കിംഗ് ഗോർജിയസ്. അടിപൊളി ആയിട്ടുണ്ട്. പിന്നെന്താ? തെങ്ങ? അതെന്താണ്? അതെന്താണ്? ഓ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഗൈസ് ഇതെന്ത് ചൊക്കെയാണ്? ഇത് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ബംഗ്ലാദേശ്. യെസ്. പാറു കഴിച്ചാ? ഇതാണ് വന്നപ്പോ തന്നെ പറഞ്ഞത് ചക്ക ഉണ്ട് എന്ന് പറഞ്ഞ പുള്ളി. കൊഴപ്പില്ല, എന്നാ കുരു കൊടുക്കണ കഴിച്ചാ? അങ്ങനെ പാറുവിന് കൊടുക്ക്, പാറുവിന് കൊടുക്ക്. അത് കുറച്ചുകൂടി കഴിച്ചടോ. ഇത് എവിടേക്കാ മുറിയ? മുരിങ്ങക്കായ അല്ല ഉണ്ടാക്കുക ചെയ്യും. ഇതൊക്കെ പാറുവിന്റെ കലാവിരുദ്ധകളാണോ? ഇതെന്തിനാ മാങ്ങി കിടക്കണ അതിരച്ചിയെ? ആർക്ക്? എനിക്കാ? കൊണ്ടു യെസ് കം ഓൺ പോവാം. ആറും തിരിയും. അയ്യോ എന്റെ കയ്യോ. ഇങ്ങനെ ഇങ്ങനെയല്ല തിരിക്കലിന്റെ. അയ്യേ പാറു ഉറങ്ങുക. അയ്യേ വെരി ബാഡ്. പാറു നമ്മൾ എങ്ങടെ പോണ്? പാറു പറ എങ്ങട്? ഏത് റെസ്റ്റോറന്റിലേക്കാ നമ്മള് പോണത്? എങ്ങടാ പോണത്? ഏത് റെസ്റ്റോറന്റിലേക്കാ? ഓക്കെ, നമ്മൾ മന്തി ഷോപ്പിലേക്കാ പോണത്. പാറുവിന് ഏത് മന്തി വേണം? മട്ടൻ മന്തി, ചിക്കൻ മന്തി ഓർ ബീഫ് മന്തി? വിച്ച് ഏതാ വേണ്ട? വേറെ ചോയ്സ് എന്ത്? ഏതാണ്? ചിക്കൻ ആണോ മട്ടൻ ആണോ ബീഫാണോ ഏതാ വേണ്ടത്? പാറുവിന്റെ ഫേവറേറ്റ് ഏതാ? ബീഫും മട്ടനും. അപ്പൊ നമുക്ക് മട്ടൻ സെലക്ട് ചെയ്താലോ? മട്ടൻ ലോക്ക് ചെയ്തു കേട്ടാ. പാറുവിന് വേണ്ടിട്ടാണ് കേട്ടാ.
മറ്റേ That's all for the vlog today. Thank you for watching my video. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. See you soon in next vlog. Bye bye.